നമ്മളിപ്പോ ഉള്ളത് എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള നോർത്ത് പറവൂർ റീജിയനിലാണ്. ഇവിടെ ഗോതിരത്ത് കടൽവാതിരത്ത് എന്നറിയപ്പെടുന്ന ചെറിയൊരു ഗ്രാമം, ഒരു തുരുത്ത് എന്ന് പറയാം നമുക്ക്. അവിടെയാണ് ഈ മൈഗ്രെയിൻ ഹെൽത്ത് സെന്റർ ഉള്ളത്. അപ്പൊ ഇതൊരു സെന്റർ ആയിട്ട് തുടങ്ങിയിട്ട് അധികം നാളായില്ല. പക്ഷേ ഇവിടെ മൈഗ്രെയിൻ ചികിത്സ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 85 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് മുതലാണ് ഈ തലവേദന ഇത്ര രൂക്ഷമായി തുടങ്ങിയത്? ഐ മീൻ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു? ഇല്ലില്ല. എനിക്ക് ലാസ്റ്റ് 1 ഇയർ തൊട്ടാണ് ഹെഡേക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഹെഡേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില ഓക്കെ. സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര വർക്ക് ചെയ്യുമ്പോഴൊക്കെ വർക്ക് ബുദ്ധിമുട്ടായിരുന്നു. ചെയ്യാൻ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ തോന്നില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ചികിത്സ നടത്തിയിരുന്നത് മണലിപ്പറമ്പിൽ ഔസോ ആയിരുന്നു. ഇവിടുത്തെ അപ്പാപ്പനായിരുന്നു. ശേഷം മരണശേഷം അപ്പാപ്പന്റെ ഭാര്യ കർമ്മലി ഔസോ ആണ് ഈ ചികിത്സ നടത്തിയിരുന്നത്. ശേഷം അമ്മാമ്മയുടെ മരണത്തിന് ശേഷമാണ് അമ്മാമ്മയുടെ മകൻ ജോപ്പൻ മണലിപ്പറമ്പിൽ ഇപ്പോൾ ഈ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു വൺ ഡേ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത്. ആ, എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? എന്തോ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയുന്നില്ല. പക്ഷെ ഓക്കെ. അപ്പോഴൊരു മൈൽഡായിട്ട് ഹെഡേക്ക് എപ്പോഴും ഉണ്ടാവുമായിരുന്നു. ഇന്നലെ തൊട്ട് അതില്ല. കേരളത്തിന്റെ പല കോണുകളിൽ നിന്നും ആൾക്കാർ ഈ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. കേരളത്തിൽ നിന്നും മാത്രമല്ല, പുറം സംസ്ഥാനങ്ങളിൽ നിന്നും പല ആൾക്കാരും ഇതിനു മുൻപ് ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ചെറുപ്പം മുതലേ തലവേദന അനുഭവിക്കുന്നു, പ്രത്യേകിച്ച് ഒരുപാട് ഹോസ്പിറ്റലുകളിലും മറ്റ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ നോക്കിയിട്ടും റിസൾട്ട് കിട്ടാതെ കഷ്ടപ്പെടുന്നു പഠിക്കുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ, ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, വീട്ടമ്മമാരായിക്കോട്ടെ, അങ്ങനെ ഒത്തിരി ആൾക്കാരാണ് ഇവിടെ എത്തുന്നത്. ഈ ഓറൽ പബ്ലിസിറ്റി കൊണ്ട് മാത്രം, അതായത് കേട്ടറിവ് കൊണ്ട് മാത്രമാണ് ഈ ഒരു സെന്റർ തേടി ഇത്രയും ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഇത്രയും ദൂരങ്ങളിൽ നിന്ന് ആൾക്കാർ എത്തുന്നത്. അപ്പൊ അവർക്കൊക്കെ വലിയൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് ഉള്ളത് കൊണ്ടാണ് ഈ സെന്റർ ഇങ്ങനെ നിന്ന് പോകുന്നതും ഇതുപോലെ ആൾക്കാർ വരുന്നതും. അപ്പോൾ ഇതാണ് മിസ്റ്റർ ജോപ്പൻ മണലിപ്പറമ്പില്. ഇദ്ദേഹമാണ് ഈ ഒരു ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആളോട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം. എത്ര നാളായി ചികിത്സ നടത്തുന്നത്? ഞാൻ ചികിത്സ നടത്തുന്നത് ഒരു 3 വർഷമായിട്ടുള്ളൂ. ഓക്കെ. പക്ഷേ ഇവിടെ 85 വർഷമായി ഈ ചികിത്സ തുടങ്ങിയിട്ട്. എൻ്റെ ഫാദറാണ് ചികിത്സ തുടങ്ങുന്നത്. ഫാദർ 14 വയസ്സിൽ തുടങ്ങിയതാണ്. അദ്ദേഹത്തിന്റെ പേര്? ഹൗസ് എന്നാണ്. 14 വയസ്സിലെ അപ്പച്ചൻ ഗോമതി പത്രം എന്നൊരു പത്രം ഉണ്ടായിരുന്നു. അപ്പൊ പത്രത്തിന്റെ ഏജന്റ് ആയിരുന്നു. പത്രത്തിന്റെ ഏജന്റ് ആയിരുന്നിട്ട് ഈ പത്രം വന്ന് ആഴ്ചയിലാണ് ഈ പത്രം ഉള്ളത്. അപ്പൊ ഒരാഴ്ച അപ്പച്ചന് ചെല്ലാൻ പറ്റിയില്ല, പത്രം എടുക്കാനായിട്ട് ചെല്ലാൻ പറ്റില്ല. എന്താണ് ഗോമതി, അപ്പൊ ഗോമതി എന്നാണ് എല്ലാരും വിളിക്കുന്നത്. അപ്പച്ചനോട് പത്രത്തിന്റെ പത്രത്തിനെ പേര്. ഓക്കെ. പേര് കുട്ടിയെ ഓക്കെ. വിളിക്കുന്നത്. അപ്പൊ ഗോമതി എന്താണെന്ന് പത്രം എടുക്കാൻ പറയാൻ താമസിച്ചതെന്ന് പറഞ്ഞ് പെങ്ങൾക്ക് തലവേദനയായിരുന്നു, ചെന്നിയൂത്താണെന്നാണ് പറയുന്നത്. അപ്പോ അവിടെ അടുത്തൊരു വൈദ്യൻ ഉണ്ടായിരുന്നു. വൈദ്യശാലയും ഈ പത്രം കൊണ്ടുവന്ന് കെട്ടെടുക്കണ എല്ലാവരും കൊടുങ്ങല്ലൂരായിരുന്നു, കൊടുങ്ങല്ലൂര്. അപ്പോ ആ വൈദ്യര് അന്നേരത്തെ എടുത്ത് ഒരു മരുന്നെടുത്ത് കൊടുത്തു. ഇത് വെളുപ്പിന് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ അവളുടെ തലയിൽ അരച്ചിട്ടേച്ച് മതി എന്ന് പറഞ്ഞു. അപ്പൊ പെങ്ങൾക്ക് അതങ്ങനെ ചെയ്ത് മാറി. അപ്പച്ചന്റെ മരണശേഷം അമ്മ ചെയ്ത്, അമ്മയുടെ മരണശേഷം ഇപ്പൊ ഞാൻ ചെയ്തു. അമ്മ മരിക്കുന്നതിന് മുന്നേ തന്നെ എന്നെ ഈ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടായി. നമ്മുടെ കൂടെ ഞാൻ നിൽക്കുമായിരുന്നു. നമുക്ക് ചെറിയ ഓർമ്മക്കുറവും പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ടായി. അമ്മ 97 വയസ്സിലാണ് മരിക്കുന്നത്. അമ്മ 95 വയസ്സ് വരെയും ഈ മരുന്ന് ചെയ്തു. അമ്മയുടെ പേര്? അമ്മയുടെ പേര് കർമ്മലി എന്നാണ്. അപ്പൊ ഇപ്പൊ ഞാനാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു 100-300 പേരെ ഇപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ടാവുന്നുണ്ട് ഈ 3 വർഷം കൊണ്ട്.